ഹലോ ഗായ്സ്, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ദേ ഇന്ന് ഞാനും ലച്ചും അപർണക്കയുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബീച്ച് വരെ പോകണം. ബീച്ചല്ല, ഞങ്ങളുടെ അടുത്തൊരു കടപ്പുറം ഉണ്ട്, അവിടോട്ട് പോവാണ്. ഞങ്ങൾക്കിവിടെ ബീച്ചായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ദേ നമ്മൾ കുറേ നടക്കണം കേട്ടോ അങ്ങോട്ട്, അതുകൊണ്ട് ഒത്തിരി നടക്കുന്ന ഷോട്ടൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ദേ ബീച്ചിലെത്തി. ആദ്യം തന്നെ കടലിലെ വെള്ളത്തിലിറങ്ങാമെന്നും വെച്ചിട്ട് ദേ ലച്ചു ഓട്ടം. അവിടെ ചെന്നപ്പോഴാണ് ചേട്ടത്തിയെ കണ്ടുമുട്ടിയത്. ഞങ്ങൾ അറിഞ്ഞുമില്ല, അവളോട്ട് പറഞ്ഞുമില്ല. അവിടെ ചെന്ന് സർപ്രൈസായിട്ട് കണ്ടു. ദേ നിൽക്കുന്നു. ചെന്നപ്പോഴോ ദേ കോയിൻസിഡൻസ്, മഞ്ഞയും കറുപ്പും ദേ കാണിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ദേ കല്യാണിയും ചിന്നുവും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്പാടിച്ചെന്നെ ഇതിലേക്ക് ഓടി നടക്കാം, വെള്ളത്തിൽ ഇറങ്ങിയില്ല, അവന് പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ദേ വന്ന് ഹായൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. എന്ത് ചെയ്യാനല്ലേ, ഞാൻ ഫോണും കൊണ്ട് ഇറങ്ങിയാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തിക്കും തിരക്കൊക്കെ കൂടി കേട്ടോ. സാധാരണ ഇവിടെ അങ്ങനെ തിരക്കില്ലാത്ത, പിന്നെ ലച്ചുട്ടിക്ക് കട്ടിലിറങ്ങാൻ പേടിയായിരുന്നേ. പിന്നെ ദേ പിള്ളേർ അവളെ കൊണ്ടുപോയി പേടിയൊക്കെ മാറ്റി. പിന്നെ ഞാനും കുറച്ച് നേരം പിള്ളേരോട് ഓടിക്കളിച്ചേക്കാന്ന് വിചാരിച്ചു. ഇപ്പം ദേ കൊച്ചിനെ ഞാൻ ആകാശത്തോട്ട് പോയി ഷോ കാണിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതൊക്കെ കയറി, കാരണം നല്ല തിര വരുന്നുണ്ടായിരുന്നു, കാരണം കടൽ കൂടുതലാണ്. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ലച്ചുട്ടി കരച്ചിൽ തുടങ്ങി, അവൾക്ക് വിശക്കുന്നുണ്ടേ. കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട്. അപ്പോഴത്തേക്കിനും നല്ല തിരക്ക് കൂടിയിട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. ദേ ടാറ്റയൊക്കെ പറയുന്നുണ്ട് രണ്ട് പേര്. അങ്ങനെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഗായ്സ്. ദേ ഇവിടെയൊക്കെ കണ്ടു, എനിക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ. അങ്ങനെ വീട്ടിൽ പോവാം. ഓക്കെ ബൈ, ഇത്രേ ഉള്ളൂ കേട്ടോ.